നമസ്കാരം. റസാൻ അബു സാഹിർ എന്ന 4 വയസ്സുകാരി ഗാസയിൽ പട്ടിണി കിടന്ന് മരിച്ചത് ജൂലൈ 20-നാണ്. പോഷകാഹാരങ്ങളൊന്നും കിട്ടാതെ എല്ലും തോലും മാത്രമായ ആ കുഞ്ഞു ശരീരത്തിൽ അടക്കാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നും രണ്ടുമല്ല, 76 കുഞ്ഞുങ്ങളാണ് ഭക്ഷണവും വെള്ളവും കിട്ടാതെ സമീപ ദിവസങ്ങളിൽ ചത്തൊടുങ്ങിയത്. ലോകത്ത് ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കാനുള്ള വിഭവങ്ങൾ ഉണ്ടായിരുന്നവരാണ്. ഗാസയിലെ പട്ടിണിയും ഇസ്രയേൽ പ്രയോഗിച്ച ആയുധമാണെന്ന് വ്യക്തമാക്കുകയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഈ ആഴ്ച ഭക്ഷണത്തിന് വരി നിന്ന 50 പേരെയാണ് വെടിവെച്ചു കൊന്നത്. അവിടെ ഭക്ഷണം വിതരണം ചെയ്യുന്നത് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും സംയുക്ത സ്ഥാപനമായ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷന്റെ പ്രവർത്തനം ജീവകാരുണ്യപരമല്ലെന്ന് പ്രഖ്യാപിച്ച് ചെയർമാൻ ജേക്കബ് വുഡ് രാജിവെച്ചു. ഫൗണ്ടേഷനൊപ്പം ഈ പണി പറ്റില്ലെന്ന് കണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ കാരുണ്യ പ്രവർത്തന ഏജൻസിയും പിന്മാറി. ജീവനും കാരുണ്യവും ഇല്ലാത്ത നിലയിലേക്കാണ് ഗാസയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പോകുന്നത്. കൊല്ലുന്ന ഇസ്രയേൽ തന്നെ തീനും നൽകുമെന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട് മരവിച്ചു നിൽക്കുകയാണ് ലോകം. ഭക്ഷണം കിട്ടാനായി കൂട്ടമായി വരുന്നവരെയാണ് ഇപ്പോൾ വെടിവെച്ച് കൊല്ലുന്നത്. സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു. ഭക്ഷണത്തിന് വരി നിൽക്കുന്നവരും കൊല്ലപ്പെടുന്ന ഗാസ. ഏറെ നേരം വരി നിന്ന് കിട്ടുന്ന ഒരു റൊട്ടി അമ്മ പകുതിയാക്കും. ഒരു പകുതി മക്കൾക്ക് പകുത്തു നൽകും. മറുപകുതി നാളേക്കായി മാറ്റിവെക്കും. നാളെ എന്തെങ്കിലും കിട്ടുമോ എന്ന് ഒരു ഉറപ്പുമില്ലാത്ത നിലയിലാണ് ഗാസ. ഭക്ഷ്യക്ഷാമം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 6 മാസമായി പല പ്രദേശങ്ങളും കടുത്ത പട്ടിണിയിലാണ്. വെടിനിർത്തലിന് ശേഷവും സ്ഥിതി രൂക്ഷമായതല്ലാതെ മെച്ചപ്പെട്ടില്ല. 3 ദിവസത്തിനിടെ പട്ടിണി മൂലം മരിച്ച 4 കുട്ടികളിൽ ഒരാളാണ് റസാൻ. ജൂലൈ 20-ന് രാത്രി 12 മുതലുള്ള 24 മണിക്കൂറിനിടെ ഗാസയിൽ പട്ടിണി മൂലം മരിച്ചവരുടെ എണ്ണം 18ആണ്. റസാന്റെ അമ്മയുടെ കയ്യിൽ പാല് വാങ്ങാൻ കാശുണ്ടായിരുന്നില്ല. ഇനി കാശുണ്ടെങ്കിലും പാല് കിട്ടാനുമില്ലായിരുന്നു. യുദ്ധത്തിന് മുമ്പ് ആരോഗ്യത്തോടെ ഓടിക്കളിച്ചിരുന്ന സാധാരണ കുട്ടിയായിരുന്നു റസാൻ എന്ന് മാതാവ് താഹിർ അബു ദോഹേർ പറയുന്നു. യുദ്ധം ആരംഭിച്ചതോടെ ഭക്ഷ്യക്ഷാമവും തുടങ്ങി. ശരിക്കും വെടിനിർത്തലിന് ശേഷമാണ് ഗാസയിലേക്കുള്ള ഭക്ഷണ വിതരണം ഗണ്യമായി കുറഞ്ഞത്. ഹമാസ് പ്രവർത്തകർ ദുരുപയോഗം ചെയ്യും എന്ന് ആരോപിച്ചാണ് ഭക്ഷ്യവണ്ടികൾ ഇസ്രയേൽ തടഞ്ഞത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഉൾപ്പെടെ കാരുണ്യ പ്രവർത്തനങ്ങൾ അതോടെ നിലച്ചു. ഇത് ചോദ്യം ചെയ്യാൻ ഒരു രാജ്യത്തിനും ധൈര്യമുണ്ടായില്ല. ഗാസയ്ക്ക് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങളോ അമേരിക്കയോ പേരിന് പ്രസ്താവനകൾ നടത്തിയതല്ലാതെ ഇടപെട്ടില്ല. ചൈനയും റഷ്യയും ഒക്കെ പ്രതിഷേധിച്ചെങ്കിലും ഒരു വിധത്തിലുള്ള ഇടപെടലിനും മുതിർന്നില്ല. ഗാസയിലെ ദുരിതം കണ്ടു നിൽക്കാൻ മാത്രമേ ലോകത്തിന് കഴിയുന്നുള്ളൂ. മാർച്ച് 2 വരെ നിരവധി രാജ്യാന്തര ഏജൻസികൾ ഗാസയിൽ ഭക്ഷണം എത്തിച്ചതാണ്. എന്നാൽ പിന്നീട് ഈ ഏജൻസികളെ എല്ലാം ഇസ്രയേൽ തടഞ്ഞു. 11 ആഴ്ചയാണ് ഒരു ഭക്ഷണവും ഗാസയിൽ എത്താതെ കടന്നുപോയത്. ഏതാണ്ട് 3 മാസക്കാലം ഭൂരിപക്ഷം കുടുംബങ്ങളും പട്ടിണിയിലോ അർദ്ധ പട്ടിണിയിലോ ആയിരുന്നു. ഒരു നേരത്തെ ഭക്ഷണം പോലും ബുദ്ധിമുട്ടിലായ കുടുംബങ്ങളും ഉണ്ടായിരുന്നു. മനുഷ്യാവകാശ സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഇസ്രയേൽ വഴങ്ങിയില്ല. ഐക്യരാഷ്ട്ര സംഘടന ശബ്ദമുയർത്തിയെങ്കിലും ആരും കേട്ടില്ല. പലസ്തീനിലെ മനുഷ്യാവകാശ ധ്വംസനം തടയാനായി ആയുധമെടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഇസ്രയേലിനെ പേടിച്ച് മാറി നിന്നു. മറ്റു ചിലർ ഗാസയിലുള്ളവർ മരിക്കേണ്ടവരാണെന്ന് ഘോഷിച്ചു. രാജ്യാന്തര മനുഷ്യാവകാശ നിയമമാണ് ഗാസയിൽ ലംഘിച്ചത്. ജനീവ കൺവെൻഷന്റെ 54-ാം അനുച്ഛേദത്തിന്റെ ലംഘനമാണ് നടന്നത്. ബന്ദികളെ വിട്ടുകിട്ടാതെ ഭക്ഷണം വിതരണം ചെയ്യില്ലെന്ന ക്രൂരമായ നിലപാടാണ് ഇസ്രയേൽ സ്വീകരിച്ചത്. രാജ്യാന്തര നിയമം അനുസരിച്ച് ഏറ്റവും വലിയ യുദ്ധ കുറ്റമാണിത്. എന്നിട്ടും തിരുത്താൻ മാത്രം ആരുമുണ്ടായില്ല. ഗാസ മുനമ്പിൽ അടിയന്തര സഹായം വേണ്ടവർ 54%, അത്യന്തം ഗുരുതരാവസ്ഥയിൽ ഉള്ളത് 22%. അങ്ങനെ ജനസംഖ്യയുടെ 76%വും ലോകത്തിന്റെ കരുണ കാക്കുകയാണ്. വടക്കൻ ഗാസയിൽ 90%വും ഈ നിലയിലാണ്. റാഫയിൽ 85%വും ഖാൻ യൂനിസിൽ 75%വും അടിയന്തര ഇടപെടൽ ആവശ്യമുള്ളവരാണ്. ഈ കണക്കൊക്കെ ഐക്യരാഷ്ട്ര സംഘടനയുടെ മുന്നിലുണ്ട്. മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ അമേരിക്കയുടെ ഫൈറ്ററുകൾ അവിടെ പറന്നിറങ്ങുമായിരുന്നു. എങ്ങനെയും ഭക്ഷണം എത്തിച്ച് ഹീറോ പരിവേഷം സൃഷ്ടിക്കുമായിരുന്നു. ഇത് പലസ്തീൻ ആയതുകൊണ്ട് താല്പര്യമില്ല. 500 മുതൽ 600 ട്രക്ക് വരെ ഭക്ഷണവുമായി എത്തിയാൽ മാത്രമേ ഗാസയിൽ ഒരു ദിവസം കഴിഞ്ഞു പോവുകയുള്ളൂ.
നിലവിൽ 10 ട്രക്കുകളൊക്കെയാണ് കടന്നു പോകുന്നത്. അതുപോലും ചില ദിവസങ്ങളിൽ ഉണ്ടാകുന്നുമില്ല. ഇസ്രയേലും അമേരിക്കയും നടത്തുന്ന ഭക്ഷണ വിതരണം ചില കവലകൾ കേന്ദ്രീകരിച്ചാണ്. ജനം അവിടെ എത്തി വരി നിന്ന് ഭക്ഷണം വാങ്ങണമെന്നാണ് ചട്ടം. എന്നാൽ രാജ്യാന്തര നിയമം അനുസരിച്ച് ഇങ്ങനെ ഭക്ഷണ വിതരണം അനുവദനീയമല്ല. താമസ സ്ഥലത്ത് എത്തിച്ചു നൽകണം എന്നാണ് നിയമം. ഈ കാരണത്താലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കാരുണ്യ ഏജൻസി പിന്മാറിയത്. ലോകത്തെ ഏറ്റവും അപകടകരമായ കാരുണ്യ പ്രവർത്തനം നടക്കുന്ന ഇടമാണ് ഗാസ. യുദ്ധം തുടങ്ങിയ ശേഷം 400-ലേറെ കാരുണ്യ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. 1945-ൽ ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്ന ശേഷം ഇത്രയും കാരുണ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ട മറ്റൊരു സംഭവവും ഇല്ല. ഇത്രയും അപകടകരമായിട്ടും ഭക്ഷണ വിതരണത്തിന് സന്നദ്ധരായി നൂറുകണക്കിന് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ അവരെയൊന്നും ഗാസയിൽ പ്രവർത്തിക്കാൻ ഇസ്രയേൽ അനുവദിക്കുന്നില്ല. കിഴക്കൻ ജെറുസലേം കേന്ദ്രീകരിച്ചായിരുന്നു ഐക്യരാഷ്ട്ര സംഘടനയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ നിലകൊണ്ടിരുന്നത്. അവിടുത്തെ സ്കൂളും മറ്റു സംവിധാനങ്ങളും ഇസ്രയേൽ ആദ്യം തന്നെ പൂട്ടി. കാരുണ്യ പ്രവർത്തകർക്ക് വിസ നിഷേധിച്ചു. കിഴക്കൻ ജെറുസലേമിൽ 70,000-ഓളം മനുഷ്യർക്ക് അത്താണിയായ ഒരു ക്ലിനിക് ഉണ്ട്. അതും ഇപ്പോൾ പൂട്ടലിന്റെ വക്കിലാണ്. ഗാസയിൽ നൂറുകണക്കിന് കുട്ടികളാണ് ഇപ്പോൾ മരണം മുന്നിൽ കാണുന്നത്. ആഫ്രിക്കയിലൊക്കെ മുമ്പുണ്ടായിരുന്ന സ്ഥിതിയാണ് ഗാസയിൽ. ഇവിടെ നല്ല നിലയിൽ ജീവിച്ചിരുന്നവരാണ് കൊടും പട്ടിണിയിലായത്. ഈ സ്ഥിതി 1-2 മാസം കൂടി തുടർന്നാൽ പട്ടിണി കിടന്ന് ഒരു ദേശത്തെ കുട്ടികൾ എല്ലാവരും മരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇതൊക്കെ ആരോട് പറയാൻ? സ്പോട്ട്ലൈറ്റ് ഇനി നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം. നമസ്കാരം.